പത്തനംതിട്ട MP ആന്റോ ആന്റണിക്കെതിരായ ആരോപണത്തിൽ CPM നേതാവ് KP ഉദയഭാനു ഉറച്ചു നിൽക്കുകയാണ്. മാപ്പ് പറയേണ്ടത് ആന്റോ ആന്റണിയാണ്. താനെന്തിന് മാപ്പ് പറയണമെന്ന് ഉദയഭാനു ചോദിക്കുന്നു. ആരോപണത്തിൽ ആന്റോ ആന്റണി വക്കീൽ നോട്ടീസ് അയച്ച സാഹചര്യത്തിലാണ് KP ഉദയഭാനു പ്രതികരണമായി വന്നിരിക്കുന്നത്. സമൂഹത്തിന് മുന്നിൽ മാനത്തിൻ്റെ ഉടുതുണി അഴിഞ്ഞ് നിൽക്കുന്ന ആന്റോ ആന്റണിക്ക് എന്ത് മാനനഷ്ട കേസ്? ആന്റോ ആന്റണി NN രാജുവിൻ്റെ കയ്യിൽ നിന്ന് 2 കോടി രൂപ വാങ്ങിച്ചു എന്നുള്ളതാണ്. NN രാജു പത്രസമ്മേളനം നടത്തി അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ആന്റോ ആന്റണി പൈസ വാങ്ങിച്ചിട്ടെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ആന്റോ ആന്റണിയാണ് മറുപടി പറയേണ്ടത്. എങ്ങനെയാണ് പൈസ വാങ്ങിച്ചത്? ഞാനിങ്ങനെ പൈസ വാങ്ങിച്ച് എനിക്ക് ആവശ്യമുള്ള എന്നോട് ക്ഷമിക്കണമെന്ന് സമൂഹത്തോട് അദ്ദേഹം മാപ്പ് പറയണം. ആദ്യം പറയട്ടെ. അല്ല, ചെറിയല്ല, ആയിക്കോട്ടെ. KP ഉദയഭാനു പ്രതികരിക്കുകയായിരുന്നു. ഉദയഭാനു ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ ഉടൻ നീക്കം ചെയ്യണമെന്നാണ് ആന്റോ ആന്റണി ഇന്ന് അയച്ച വക്കീൽ നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അല്പം മുമ്പ് വക്കീൽ നോട്ടീസിൻ്റെ വിവരങ്ങൾ നമ്മൾ പുറത്തുവിട്ടിരുന്നു. ഷിജോ കുര്യൻ പത്തനംതിട്ട എന്ന വിവരങ്ങളുമായി ചേരുന്നു. ഷിജോ, ഉദയഭാനു ഉറച്ചു നിൽക്കുന്നതിനകത്ത് ഉള്ള സാഹചര്യം ഇപ്പോൾ പുറത്തു വന്ന ആരോപണം മാത്രമാണോ? SKN അങ്ങനെ മാത്രമല്ല. കാരണം കഴിഞ്ഞ ദിവസം നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് ധനകാര്യ സ്ഥാപനത്തിന്റെ ഉടമ NM രാജു ഒരു വാർത്താ സമ്മേളനം വിളിക്കുകയും വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം തന്നെ ആന്റോ ആന്റണിക്കെതിരെ രംഗത്ത് വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു, ആന്റോ ആന്റണി MP 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തന്റെ സ്ഥാപനത്തിൽ നിന്ന് 2 കോടി രൂപ വായ്പയായിട്ട് വാങ്ങിയിരുന്നു എന്നുള്ള കാര്യങ്ങൾ NM രാജു തന്നെ പറഞ്ഞതാണ്. ആ കാര്യത്തെ കൂടി ഉദ്ധരിച്ചുകൊണ്ടാണ് ഇപ്പോൾ KP ഉദയഭാനു കൂടി അദ്ദേഹത്തിന്റെ വാദത്തിൽ ഉറച്ചു നിൽക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസം KP ഉദയഭാനു തന്നെ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. 2 കോടി രൂപ ഈ പറയുന്ന നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് സ്ഥാപനത്തിൽ നിന്ന് ആന്റോ ആന്റണി വാങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് വാങ്ങിയതാണ്. അങ്ങനെ ആ വാദത്തിൽ താൻ ഉറച്ചു നിൽക്കുകയാണ്. അതിനകത്ത് താൻ എന്തിനാണ് മാപ്പ് പറയേണ്ടത് എന്നുള്ളൊരു ചോദ്യം KP ഉദയഭാനു ചോദിക്കുന്നുണ്ട്. ഒരു പരിഹാസവും ആന്റോ ആന്റണിക്ക് നേർക്ക് ഉദയഭാനുവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണ്. സമൂഹത്തിന്റെ മുമ്പിൽ മാനത്തിന്റെ ഉടുതുണി കഴിഞ്ഞ് നിൽക്കുന്ന ആന്റോ ആന്റണിക്ക് എന്ത് മാനനഷ്ട കേസ് എന്നുള്ളൊരു ചോദ്യം KP ഉദയഭാനു ചോദിക്കുന്നുണ്ട്. സമൂഹത്തോട് മാപ്പ് പറയേണ്ടത് ആന്റോ ആന്റണിയാണ്, അതല്ലാതെ താനല്ല. താൻ ഇതിനെയൊക്കെ നിയമപരമായിട്ട് നേരിട്ട് കൊള്ളാം. പറഞ്ഞ വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. 2 കോടി രൂപ നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് ആന്റോ ആന്റണി വാങ്ങിയിട്ടുണ്ട് എന്നുള്ള വാദത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു. ആ വാദം ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് KP ഉദയഭാനുവിന്റെ നിലപാട്. അതിനപ്പുറത്തേക്ക് മറ്റൊന്നും അദ്ദേഹം പറയാൻ കൂട്ടാക്കുന്നുമില്ല. എല്ലാം നിയമപരമായിട്ട് നോക്കിക്കൊള്ളാം, എല്ലാം അന്വേഷിച്ചുകൊണ്ട് പുറത്തു വരട്ടെ, ഇനിയും കുറേയധികം സത്യങ്ങൾ പുറത്തു വരാനുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൂടി KP ഉദയഭാനു പറയുന്നുണ്ട്. പക്ഷേ ഇതിനപ്പുറത്തേക്ക് ആന്റോ ആന്റണി MP ഇന്ന് രാവിലെയാണ് KP ഉദയഭാനുവിന് ഒരു വക്കീൽ നോട്ടീസ് അയച്ചത്. ഈ വക്കീൽ നോട്ടീസ് പറയുന്നത് അടിസ്ഥാനരഹിതവും വസ്തുതാവിരുദ്ധവുമായിട്ടുള്ള കാര്യങ്ങൾ, തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് സമൂഹ മാധ്യമത്തിലൂടെ KP ഉദയഭാനു കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. അതിനകത്ത് KP ഉദയഭാനു മാപ്പ് പറയണം. നിരുപാധികം മാപ്പ് പറഞ്ഞില്ല എങ്കിൽ 15 ദിവസത്തിനകം ഈ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ പിൻവലിക്കുകയും അങ്ങനെയും ചെയ്തില്ല എങ്കിൽ 1 കോടി രൂപ നഷ്ടപരിഹാരം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ആന്റോ ആന്റണി MP വക്കീൽ നോട്ടീസ് അയച്ചത്. ഇതിനകത്താണ് ഇപ്പോൾ KP ഉദയഭാനുവിന്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. താൻ പറഞ്ഞ വാദത്തിൽ ഉറച്ചു നിൽക്കുന്നു. അതിനകത്ത് ഇപ്പോഴും അതിനകത്ത് 1 ഇഞ്ച് മുന്നോട്ട് പോകാൻ ഒരുക്കമല്ല. അതുമാത്രവുമല്ല, എന്ത് വന്നാലും താൻ അതിനെ നിയമപരമായിട്ട് നേരിട്ട് കൊള്ളാം എന്നുള്ള കാര്യങ്ങൾ കൂടി CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള KP ഉദയഭാനു പറയുകയും ചെയ്യുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.